Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി എപ്പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ UPSC അതുപോലെ തന്നെ KAS എക്സാമിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ആവശ്യമായിട്ട് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല ആളുകളും ഇപ്പോൾ UPSC KAS ഒക്കെ പഠിക്കുന്ന ആളുകളും പലപ്പോഴും പല ആളുകളും ഒരു പരാതിയായിട്ടൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മാക്സിമം അവരുടെ കൈ കൊണ്ടുള്ള വായനയൊക്കെ നടത്തുന്നുണ്ട്, ഒരുപാട് ബുക്സ് വായിക്കുന്നുണ്ട്, ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറഞ്ഞ മാർക്ക് കൊണ്ട് പ്രിലിംസ് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവർ വായിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയായിരിക്കും, അവർ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും ശരിയായിരിക്കും, പക്ഷെ അവർ UPSC എക്സാമിനെ മനസ്സിലാക്കിയോണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങൾ സിലബസിൽ ഉള്ളതെന്നുകൊണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവണമെന്നില്ല പഠിച്ചത്. ഓക്കെ, അപ്പം ഒരുപാട് വായിക്കാന്നുള്ളതിൽ അപ്പുറം സ്മാർട്ടായിട്ട് വായിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഒരുപാട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ അപ്പുറം സ്മാർട്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങും തയ്യാറാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത്തരത്തിൽ നമുക്കൊരു സ്മാർട്ടായിട്ട് പഠിക്കാനും സ്മാർട്ടായിട്ടുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കാനും സ്ട്രാറ്റജി തയ്യാറാക്കാനും എന്നിട്ട് കറക്റ്റ് നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വ്യക്തമായ പഠനം ട്രാക്കിലൂടെ കൊണ്ടുപോകണമെങ്കിൽ എപ്പോഴും മെന്റർഷിപ്പ് അല്ലെങ്കിൽ മെന്ററിംഗ് എന്നുള്ള എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. മെന്ററായിട്ട് നമ്മളെ ആളുകളെ മെന്ററായിട്ട് വേണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ UPSC അല്ലെങ്കിൽ KAS കിട്ടിയ ആളുകളെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ അത് ഇന്റർവ്യൂക്ക് എത്തിയ ആളുകളെ പ്രാവശ്യം ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ മെന്ററായിട്ട് ഉപയോഗപ്പെടുത്താം. ആരായാലും വേണ്ടിയില്ലെങ്കിൽ ഒരു മെന്റർഷിപ്പ് എപ്പോഴും നല്ലതാണ്. ഒരു മെന്റർ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന എപ്പോഴും വ്യക്തമായ ട്രാക്കിലൂടെ ഒന്ന് ഉറപ്പ് വരുത്താനും അല്ലെങ്കിൽ നമുക്കൊരു മടി വരുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒന്ന് ഫോഴ്സ് ചെയ്യാനൊക്കെ നമ്മൾ സഹായിക്കുന്ന പലപ്പോഴും മെന്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു പ്രോഗ്രാമാണ് നമ്മുടെ മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെന്റർഷിപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെന്ററിംഗ് ഉണ്ടാവുന്നെങ്കിൽ കോളിലൂടെ പറ്റും, സൂമിലൂടെ പറ്റും. ഇപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നവർക്കും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തായിരിക്കും മെന്റർഷിപ്പ് ഉണ്ടാവുക. നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകം ഉപകാരപ്രദമായിരിക്കും. കാരണം വർക്ക് ചെയ്യുന്നവർക്ക് വ്യക്തമായ കുറഞ്ഞ സമയത്തിനുള്ളിലായിരിക്കും അവർ പഠിച്ചു പോകുന്നുണ്ടാവുക. അപ്പോൾ അത് ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെന്റർഷിപ്പ് നല്ലതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നത് ഇപ്പോൾ മെന്റർഷിപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഒരു മെന്ററിംഗ് ഉണ്ടാവും കോളിലൂടെ സൂമിലൂടെ. എന്നിട്ട് അതിലൂടെ ഫസ്റ്റ് നിങ്ങളുമായിട്ടൊരു ഇന്ററാക്ഷൻ വെക്കും. അതിൽ നിങ്ങളുടെ പഠനം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ അറിയാം, എന്തൊക്കെ വായിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പഠന രീതികൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിലയിരുത്തിയതിന് ശേഷം നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങും നിങ്ങൾക്ക് പറഞ്ഞു തരും. 1 year സ്ട്രാറ്റജി. എന്നാൽ അത് നമ്മൾ മന്ത്ലി പ്ലാനിങ് ആക്കി വീക്കിലി ടാർഗറ്റ് ആക്കി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ടാർഗറ്റ് ഓറിയന്റഡ് ആണ് നമ്മുടെ പഠനം എപ്പോഴും ഉണ്ടാവുക. ആ ടാർഗറ്റ് നമ്മൾ പഠിക്കേണ്ട കംപ്ലീറ്റ് ചെയ്യേണ്ട GS സബ്ജക്റ്റുകൾ ഉണ്ടാവും, NCERT പഠിക്കാനുണ്ടാവും, SCERT പഠിക്കാനുണ്ടാവും, കറണ്ട് അഫയേഴ്സ് പത്രം വായിക്കാൻ, മാഗസിൻസ് വായിക്കാൻ, ഓപ്ഷൻ സബ്ജക്റ്റ് UPSC ആണെങ്കിൽ ഓപ്ഷൻ സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടാർഗറ്റ് വീക്കിലോട്ട് തരും. അത് നിങ്ങൾ അതിനുള്ളിൽ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും, റെക്കോർഡ് ക്ലാസ്സുകളും മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ളിലായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് തീർക്കണം. ആ പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ എഴുതി അയക്കണം. എന്നിട്ട് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ഡേറ്റിൽ മെന്ററിംഗ് വെക്കും. ആ മെന്ററിംഗിൽ വീക്കിലി ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും, ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും, വ്യക്തമായ ട്രാക്കിലൂടെയാണെന്ന് ഉറപ്പ് വരുത്തും. പിന്നെ നിങ്ങൾ എഴുതിയ ആൻസറിന്റെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്കും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ വീക്കിലി ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് അടുത്ത വീക്കിലോട്ടുള്ള ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ എല്ലാ സമയത്തും പഠിക്കാൻ വേണ്ടി ഒന്ന് ഫോഴ്സ് ചെയ്യാനും ഡിമോട്ടിവേറ്റ് ആകുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനും പഠനത്തിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ആരെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠനം മെന്ററും കൂടി ഡിസ്കസ് ചെയ്തതിനു ശേഷം വ്യക്തമായ പ്ലാനിങ് തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, സഹായിക്കുന്നതായിരിക്കും. ഇനി കംപ്ലീറ്റ് പ്രോഗ്രാം NCERT ക്രാഷ് കോഴ്സോ അതൊക്കെ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രീ ക്ലാസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ക്ലാസ് ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൂടെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടെലിഗ്രാം ചാനലിലൂടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. പഠിക്കുന്നവർ വ്യക്തമായ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും സ്മാർട്ടായിട്ട് പ്ലാനിങ് സ്ട്രാറ്റജി തയ്യാറാക്കി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ.